ഓം ഹരി ഓം. ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ 28-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം മുതൽ വിവരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യാം സജനയാഞ്ചക്ര ആത്മജാം അസിതേക്ഷണാം യവീയസ സപ്തസുതാൻ സപ്തദ്രവിഡഭൂഭൃതഃ. തിരുത്താനൊന്നുമില്ല. ആത്മജാം അസിതേക്ഷണാം എന്ന ആത്മജാം അസിതേക്ഷണാം എന്ന യവീയസ സപ്തസുതാൻ സപ്തദ്രവിഡഭൂഭൃതഃ. അദ്ദേഹം അവളിൽ സുന്ദരിയായ ഒരു പുത്രിയെ ജനിപ്പിച്ചു. അനുജന്മാരായി ദ്രാവിഡ ദേശാധിപന്മാരായ 7 പുത്രന്മാരെയും ഉൽപ്പാദിപ്പിച്ചു. അതാ പാണ്ഡ്യരാജാവിൻ്റെയും ജയിക്കാനായിട്ട് മലയധ്വജനെ അതായത് പുരഞ്ജനിയായിട്ട് ജനിച്ചു. ആ പുരഞ്ജനിയുടെ കഥയാണ് ഇനിയും പറയുന്നത്. അതായത് പുരഞ്ജനൻ അടുത്ത ജന്മത്തിൽ പുരഞ്ജനിയെ ഓർത്തുകൊണ്ട് മരിച്ചതുകൊണ്ട് പിന്നീടുള്ള ജന്മത്തിൽ പുരഞ്ജനി ആയിട്ടാണ് ജനിച്ചത്, ഒരു സ്ത്രീയായിട്ട്. മലയധ്വജൻ്റെ എന്ന രാജാവ് മറ്റു രാജാക്കന്മാരെ യുദ്ധത്തിൽ ജയിച്ച് വിദർഭ രാജപുത്രിയായ ഈ പഴയ പുരഞ്ജനിയായിട്ട് ജനിച്ച ആ വിദർഭപുത്രിയാണ്. ആ പുത്രിയെ വിവാഹം ചെയ്തു. അവരിൽ സുന്ദരിയായ ഒരു പുത്രിയെ ജനിപ്പിച്ചു. പിന്നെ അനുജന്മാരെ അതിൻ്റെ ഇളയ കുട്ടികളായിട്ട് ദ്രാവിഡ ദേശാധിപന്മാരായ 7 പുത്രന്മാരെയും അവർക്കുണ്ടായി. ഏകൈകസ്യാഭവത്തേഷാം രാജന്നർബുദമർബുദം ഭോക്ഷ്യതേ യദ്വംശധരൈർ മഹീമന്വന്തരം പരം. അല്ലയോ രാജൻ, അവരിൽ ഓരോരുത്തർക്കും അനേകായിരം പുത്രന്മാരുണ്ടായി. അനേകായിരം എന്ന് തന്നെയാണ് പറയുന്നത്. ഏകൈകസ്യാഭവത്തേഷാം രാജന്നർബുദമർബുദം ഭോക്ഷ്യതേ യദ്വംശധരൈർ മഹീമന്വന്തരം പരം. അവരുടെ വംശജന്മാരാൽ ഈ ഭൂമി ഒരു മന്വന്തര കാലവും അതിനുശേഷവും ഭുജിക്കപ്പെടും. അതായത് അത് അവർ ഭൂമിയെ ഉപയോഗിക്കും. അഗസ്ത്യ പ്രാഗ് ദുഹിതരം ആക്കുക. പിന്നെ ഉപയേമേ ധൃതവ്രതാം യസ്യാം ദൃഢച്യുതോ ജാത ഇദ്മവാഹ ആത്മജോ മുനിഹി. അഗസ്ത്യ പ്രാഗ് ദുഹിതരം ഉപയേമേ ധൃതവ്രതാം യസ്യാം ദൃഢച്യുതോ ജാത ഇദ്മവാഹ ആത്മജോ മുനിഹി. ഒന്നുകൂടെ ഈണത്തി വായിക്കാം. അഗസ്ത്യ പ്രാഗ് ദുഹിതരം ഉപയേമേ ധൃതവ്രതാം യസ്യാം ദൃഢച്യുതോ ജാത ഇദ്മവാഹ ആത്മജോ മുനിഹി. അഗസ്ത്യൻ ധൃതവ്രതയെന്ന ആ പ്രഥമപുത്രിയെ വിവാഹം ചെയ്തു. ഇവളിൽ ഇദ്മവാഹൻ എന്ന പുത്രനോട് കൂടിയ ദൃഢച്യുതൻ എന്ന പുത്രനും ഉണ്ടായി. 2 പുത്രന്മാരെ, ഇദ്മവാഹനെന്നും ദൃഢച്യുതനെന്നും 2 പുത്രന്മാരെ അഗസ്ത്യന് ഉണ്ടായി. ധൃതവ്രതയെ വിവാഹം കഴിച്ചു. ബിഭജ്യ തനയേഭ്യക്ഷ്മാം രാജർഷിർമലയധ്വജഃ ആരിരാധയിഷു കൃഷ്ണം സജഗാമകുലാചലം. രാജർഷിയായ ആ മലയധ്വജൻ രാജാവുമാണ് ഋഷിയുമാണ്. അതുകൊണ്ട് രാജർഷി. ബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനുമാണ് ഋഷിയുമാണ്. അങ്ങനെയുള്ളവരെ ബ്രഹ്മർഷി എന്ന് പറയും. രാജാവും ഋഷിയുമായതുകൊണ്ട് ഇദ്ദേഹത്തെ രാജർഷി എന്ന് വിളിക്കുന്നു. രാജർഷിയായ ആ മലയധ്വജൻ ഭഗവാനെ ആരാധിക്കാൻ ആഗ്രഹിച്ച് ഈ പുത്രന്മാർക്ക് ഭൂമിയൊക്കെ വീതം വെച്ച് മലയപർവ്വതത്തിൽ കൊടുത്തിട്ട് ഭാഗം വെച്ച് കൊടുത്തിട്ട് മലയപർവ്വതത്തിലേക്ക് പോയി. വിഭജ്യ തനയേഭ്യക്ഷ്മാം രാജർഷിർമലയധ്വജഃ ആരിരാധയിഷു കൃഷ്ണം സ ജഗാമ കുലാചലം. കുലാചലം മലയപർവ്വതത്തിലേക്ക് പോയി. 34. ഹിത്വാ ഗൃഹാൻ സുതാൻ ഭോഗാൻ വൈദർഭേ മതിരേക്ഷണ അന്വധാവത പാണ്ഡ്യേശം ജ്യോത്സ്നേവ രജനീകരം. ഹിത്വാ ഗൃഹാൻ സുതാൻ ഭോഗാൻ വൈദർഭേ മതിരേക്ഷണ അന്വധാവത പാണ്ഡ്യേശം ജ്യോത്സ്നേവ രജനീകരം. സുന്ദരിയായ വിദർഭപുത്രിയായിട്ടുള്ള വൈദർഭി എന്ന് വെച്ചാൽ വിദർഭ രാജാവിൻ്റെ പുത്രി.
ഗൃഹങ്ങളെയും പുത്രന്മാരെയും സുഖങ്ങളെയും ഒക്കെ, അതായത് നമ്മുടെ പഴയ പുരഞ്ജനനാണ് കേട്ടോ, പുരഞ്ജനിയായിട്ട് ജനിച്ചിരിക്കുന്നത്, പുരഞ്ജനിയല്ല, വിദർഭപുത്രിയായിട്ട് ജനിച്ചിരിക്കുന്നത്, വൈദർഭിയായിട്ട് സുഖങ്ങളും ഒക്കെ വിട്ട് ചന്ദ്രനെ എന്ന പോലെ ആ പാണ്ഡ്യാധിപനായ തൻ്റെ ഭർത്താവിനെ പിന്തുടർന്ന് പോയി. ആ മലയധ്വജൻ പോയ കൂട്ടത്തിൽ വൈദർഭയും പോയി. തത്ര ചന്ദ്രവസ നാമ താമ്രവർണീ വടോദക തത് പുണ്യസലിലൈർ നിത്യം. പിന്നെ ഉഭയത്ര ആത്മനോ മൃജൻ, അവിടെ നിത്യം നാക്കുക, പിന്നെ മൂ വെട്ടിയിട്ട് ഊ നാക്കുക, ഉഭയത്രാത്മനോ മൃജൻ. തത്ര ചന്ദ്രവസ നാമ താമ്രവർണീ വടോദക തത്പുണ്യസലിലൈർ നിത്യം ഉഭയത്രാത്മനോ മൃജൻ. കന്ദാഷ്ടിഭിർമൂലഫലൈ പുഷ്പപർണൈസ്തൃണോദകൈഃ വർത്തമാനശനൈർഗാത്രകർശനം തപ ആസ്ഥിതഃ. കന്ദാഷ്ടിർ മൂലഫലൈ, അവിടെ നിർത്തുക, പുഷ്പപർണൈസ്തൃണോദകൈഃ, പുഷ്പപർണൈഃ തൃണോദകൈഃ വർത്തമാനശനൈർഗാത്രകർശനം തപ ആസ്ഥിതഃ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് 35, 36. തത്ര ചന്ദ്രവസ, അവിടെ ചന്ദ്രവസ, താമ്രപർണി, വടോദക മുതലായ നദികളുണ്ട്. ആ നദികളിലെ എല്ലാം പുണ്യതീർത്ഥത്താൽ സ്നാനം കഴിച്ചു. അതുപോലെ അവിടെ നിന്ന് വെള്ളവും കുടിച്ച് ബാഹ്യ അന്തരങ്ങളായ മാലിന്യം നശിപ്പിച്ചും അവിടെയൊക്കെല്ലാം വൃത്തിയാക്കിയെടുത്ത് മാലിന്യമെല്ലാം ഇല്ലാതാക്കിയിട്ട് ഫലമൂലങ്ങൾ, അതുപോലെ പുഷ്പങ്ങൾ, ഇലകൾ, പുല്ല്, വെള്ളം ഇവയാൽ ജീവിത നിർവഹണം, ഇതൊക്കെ കൊണ്ട് ജീവിതത്തിലെ വേണ്ട കാര്യങ്ങളൊക്കെ ഈ സാധനങ്ങൾ കൊണ്ട്, ഏതൊക്കെ കൊണ്ട്, പുഷ്പങ്ങൾ കൊണ്ട്, ഇലകൾ കൊണ്ട്, പുല്ല്, വെള്ളം, ഇതൊക്കെ കൊണ്ട് ജീവിത നിർവഹണം സാധിച്ചും ശരീരം ശോഷിപ്പിക്കുന്ന തപസ് അനുഷ്ഠിച്ചു. അവിടെ കിട്ടുന്ന സാധനങ്ങൾ, ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു. വസ്ത്രങ്ങൾക്കൊക്കെ ഒരേ ഇലയായിരിക്കും, അതാ ഇല എന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇലകൾ, പുല്ല്, വെള്ളം, അതുകൊണ്ടൊക്കെ വീടൊക്കെ ഉണ്ടാക്കി, പുല്ല് കൊണ്ടൊക്കെ വീടൊക്കെ മേഞ്ഞ് അങ്ങനെ ആ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് അവർ കൃശഗാത്രരായിട്ട് വലിയ തടിച്ചു കൊഴുത്തൊന്നുമല്ല, സാത്വികമായ ജീവിതം നയിച്ചു എന്ന് ചുരുക്കം. ശീതോഷ്ണ വാദവർഷാണി ക്ഷുത്പിപാസേ പ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാനി അജയത് സമദർശനഃ. ഈ ദ്വന്ദ്വാനികളാണ് ഏതൊക്കെയാണ്? ശീത, ഉഷ്ണം, വാദം, വർഷം, ക്ഷുത്ത്, പിപാസ എന്ന് വെച്ചാൽ ദാഹവും വിശപ്പും, അപ്രിയം, പ്രിയവും അപ്രിയവും, സുഖ, ദുഃഖം, എല്ലാം ദ്വന്ദ്വങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ആ ദ്വന്ദ്വാനി അജയത് സമദർശനഃ, രണ്ടിനെയും ഒരുപോലെ കാണുക. ദുഃഖത്തിനെയും സുഖത്തിനെയും, ചൂടിനെയും തണുപ്പിനെയും, പിന്നെ മഴയെയും ഉഷ്ണത്തിനെയും വിശപ്പിനെയും ദാഹത്തിനെയും എല്ലാം ഒന്നായിട്ട്, സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒന്നായിട്ട് സമദൃഷ്ടിയായിട്ട് കാണുക. മലയധ്വജനും ഈ വൈദർഭിയും അങ്ങനെ ജീവിച്ചത്. അദ്ദേഹം സമദൃഷ്ടിയായി തണുപ്പ്, ചൂട്, കാറ്റ്, മഴ, വിശപ്പ്, ദാഹം, അതുപോലെ പ്രിയം, അപ്രിയം എന്നിങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളെയും ജയിച്ചു. തപസാ വിദ്യയാ പക്വകഷായോ നിയമൈർയമൈഃ യുയുജേ ബ്രഹ്മണ്യാത്മാനം വിജിതാക്ഷാനിലാശയഃ. വിജിതാക്ഷാനിലാശയഃ ഒന്നിച്ച് വായിച്ചാൽ മതി, പക്ഷെ ആ അനില എന്നുള്ളത് കേൾക്കണം. തപസാ വിദ്യയാ പക്വകഷായോ നിയമൈർയമൈഃ യുയുജേ ബ്രഹ്മണ്യാത്മാനം വിജിതാക്ഷാനിലാശയഃ. തപസ്, അതുപോലെ തന്നെ ഉപാസന, യമനിയമങ്ങൾ ഇവയാൽ ആഗ്രഹങ്ങളെ, കാമവാസനകളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും മനസ്സിനെയും ജയിച്ച്, ഇന്ദ്രിയങ്ങളെ ജയിക്കുക ഏറ്റവും പ്രയാസം. ഇന്ദ്രിയങ്ങളെ ജയിച്ചാൽ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വശത്തായിക്കോളും. ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും ജയിച്ച് ജീവാത്മാവിനെ ഭിന്നമായി വിഭാവന ചെയ്തു. ജീവാത്മാവിനെ പരമാത്മാഭിന്നമായി അത് മനസ്സിൽ കരുതി. അങ്ങനെ പരമാത്മാവും ജീവാത്മാവും പരമാത്മാവും ഭിന്നമായിട്ട് വിഭാവന ചെയ്തു. ആസ്തേ സ്ഥാണുരിവൈകത്ര ദിവ്യം വർഷശതം സ്ഥിരഃ വാസുദേവേ ഭഗവതി നാന്യദ്വേദോദ്വഹൻ രതിം
നാന്യത് വേദോദ്വഹൻ ഉദ്വഹൻ രതിം എന്ന് നീട്ടില്ല രതിം ആസ്തേ സ്ഥാണുരിവൈകത്ര ദിവ്യം വർഷശതം സ്ഥിരഃ വാസുദേവേ ഭഗവതി നാന്യത് വേദോദ്വഹൻ രതിം ഒരു ആസ്തേ സ്ഥാണുരിവൈകത്ര ഒരു കുറ്റി പോലെ 100 സംവത്സരം ദിവ്യ വർഷം 100 ദിവ്യവർഷം ഒരേ ദിക്കിൽ തന്നെ സ്ഥിരമായി നിലകൊണ്ടു. ഭഗവാനായ വാസുദേവനിൽ വളരെയധികം സ്നേഹം വഹിച്ചുകൊണ്ട് വേറെ ഒന്നും തന്നെ അറിഞ്ഞില്ല. വാസുദേവേ ഭഗവതി, വാസുദേവനെ അല്ലാതെ വേറെ ഒന്നിനെയും അറിഞ്ഞില്ല. സവ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനി വിദ്വാൻ സ്വപ്നൈവ അമർഷ സാക്ഷിണം വിരരാമഃ. സവ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനി വിദ്വാൻ സ്വപ്ന ഇവ അമർഷ സാക്ഷിണം വിരരാമഃ. അദ്ദേഹം സ്വപ്നത്തിലെ പോലെ ദിവ്യം വർഷശതം സ്ഥിരഃ വാസുദേവേ ഭഗവതി അസവ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനി വിദ്വാൻ സ്വപ്ന ഇവാമർശ സാക്ഷിണം വിരരാമഃ. അദ്ദേഹം സ്വപ്നത്തിലെ പോലെ സർവവ്യാപകമായതിനാൽ ശരീരാദികളിൽ നിന്ന് അന്യമായി അന്ധകരണ വൃത്തികൾക്കും സാക്ഷിയായ ആത്മാവിനെ എല്ലാം നമ്മൾ ചെയ്യുന്നത് അനുഷ്ഠിക്കുന്നത് മനസ്സും ഒക്കെ ആ ആത്മാവിനെ പരമാത്മാവിൽ നിന്ന് ഭിന്നമല്ലെന്നറിഞ്ഞ് നമ്മളുടെ ആത്മാവും ഈശ്വരനെന്ന വേറെ ആ പരൻ എന്ന് പറഞ്ഞാൽ അന്യൻ പരനായ ആത്മാവിനെയും നിന്ന് ഭിന്നനല്ലെന്നറിഞ്ഞ് സംസാരത്തിൽ, അതായത് ഈ സാധാരണ ജീവിതത്തിൽ നിന്ന്, സംസാര ദുഃഖത്തിൽ നിന്ന് പിൻവലിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? സർവവ്യാപകൻ ആയതിനാൽ എങ്ങനെയാണ് സ്വപ്നത്തിൽ എന്ന പോലെ, ഒരു സ്വപ്നം കാണുന്നത് പോലെ അദ്ദേഹം കരുതിയുള്ളൂ ഈ ലോകത്തിനെ. ആ ശരീരാദികളിൽ അന്യമായി, നമ്മളുടെ ശരീരത്തിൽ നിന്ന് അന്യമായിട്ട് അന്ധകരണ വൃത്തികൾക്കും സാക്ഷിയായ ആത്മാവിനെ, നമ്മുടെ അന്ധകരണം, നമ്മൾ പറയുന്നത് നമ്മുടെ അന്ധകരണത്തിൽ, അതായത് മനസാക്ഷി എന്ന് പറയുന്ന ആ അന്ധകരണം, നമ്മുടെ ഉള്ളിലുള്ള ഭാവനകൾ, നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങൾ, അതൊന്നും അല്ലല്ലോ നമ്മൾ പുറത്ത് കാണിക്കുമ്പോൾ കാണുന്നത്, അല്ലേ? നമ്മുടെ മനസ്സിലുള്ളതുപോലെ തന്നെയാണോ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്? അല്ല. കാരണം നമുക്ക് ഇച്ചിരി ശത്രുതാഭാവമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള ആ ഒരു ആളിനെ നമ്മൾ കാണുകയാണെങ്കിൽ ആ ആളിനോട് സംസാരിക്കുന്നത് എപ്പോഴും മനസ്സിൽ നമുക്ക് ആ വിദ്വേഷം വെച്ചുകൊണ്ടാണ്. അല്ല, അപ്പോൾ വളരെ ചിരിച്ചൊക്കെ സന്തോഷിച്ച്, കാരണം ആ ഗൗരവം അനുസരിച്ച് കേട്ടോ, നമ്മളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അതിനെ ലഘുവായി കരുതും. ചിലതിനെ വളരെ ലഘുവല്ല, അതിനെ അതിൻ്റേതായ ഗൗരവത്തോടെ കരുതും. അതൊക്കെയാണ് നമ്മുടെ അന്ധകരണ വൃത്തി. പക്ഷേ ആ മനസ്സിനറിയാം നമ്മൾ ഏതാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ഭാവം എന്താണെന്ന് അറിയാം, അല്ലേ? നമ്മുടെ അന്ധകരണത്തിന്. അപ്പോൾ അത് ഭഗവാനിൽ നിന്ന് എന്ന് വെച്ചാൽ പരനായിട്ട് എന്ന് വെച്ചാൽ അന്യനായിട്ട് ഈശ്വരനെ കാണുന്നവർക്ക് അത് മനസ്സിലാക്കും. അങ്ങനെയുള്ളവർ മനസ്സിലാക്കും, ഈ അറിവുള്ളവർ മനസ്സിലാക്കും, ഞാനും ഭഗവാനും രണ്ടല്ല, ആ പരമാത്മാവും ജീവാത്മാവും രണ്ടല്ല, ഒന്നാണെന്ന് മനസ്സിലാക്കും. സത്യം അതല്ലേ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിന്തകൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മുടെ ബാഹ്യമായ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നു, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഭഗവാന്റെ മായയാണ്. ഇതെല്ലാം നമ്മൾ കാണുന്നതും പറയുന്നതും എല്ലാം ഈശ്വരൻ അറിഞ്ഞുകൊണ്ടാണ്. എന്തെങ്കിലും നമുക്കൊരു പരമമായ ആത്മാവുണ്ടെങ്കിലും ആ പരമമായ ആത്മാവും നമ്മളും ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ 41, 42 ഒന്നിച്ചാണ്. സാക്ഷാത് ഭഗവതോക്തേന ഗുരുണ ഹരിണ നൃപ വിശുദ്ധജ്ഞാനദീപേന സ്ഫുരത വിശ്വതോ മുഖം. സാക്ഷാത് ഭഗവതോക്തേന ഗുരുണ ഹരിണ നൃപ വിശുദ്ധജ്ഞാനദീപേന സ്ഫുരത വിശ്വതോ മുഖം. പരേ ബ്രഹ്മണി ആത്മാനം പരേ ബ്രഹ്മണി ആത്മാനം പരം ബ്രഹ്മ തഥാത്മനി വീക്ഷമാണോ വിഹായേക്ഷാം
അസ്മാത് ഉപരരാമ വീക്ഷമാണോ വിഹായേക്ഷാം അസ്മാത് ഉപരരാമ എന്നാണ് ആ വാക്കുകൾ. അതായത് അല്ലയോ നൃപ, സാക്ഷാൽ ഭഗവാൻ ഹരിയാകുന്ന ഗുരുവിനാൽ പ്രകാശിതമായതും പ്രകാശിപ്പിക്കപ്പെട്ടതും അതുപോലെ തന്നെ മുഴുവൻ സർവത്ര കാണുന്നതുമായ വിശുദ്ധ ജ്ഞാനദീപം കൊണ്ട് പരമാത്മാവിൽ ആത്മാവിനെയും അങ്ങനെ ആത്മാവിൽ പരമാത്മാവിനെയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പറഞ്ഞിരിക്കുക. അഭേദേന കണ്ട്, ഒരു ഭേദവും ഇല്ല എന്ന് കണ്ട് ആ ജ്ഞാനമാകുന്ന അതിനെ വിട്ട് ഈ സംസാരത്തിൽ നിന്ന് വിരമിച്ചു. ഈ സംസാര ദുഃഖത്തിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു, പിന്തിരിഞ്ഞു പോയി. പരേ ബ്രഹ്മണി ച ആത്മാനം പരം ബ്രഹ്മ തഥാത്മനി വീക്ഷമാണോ വിഹായേക്ഷാം അസ്മാത് ഉപരരാമ എന്ന് വെച്ചാൽ വിരമിച്ചു, അത് തിരിച്ചു പോയി. പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധ്വജം പ്രേംണ പര്യചരത് ഹിത്വ എന്നത് കേട്ടോ. പര്യചരത് ഹിത്വ ഒന്നിച്ച് പറയുമ്പോൾ പര്യചരത് ഹിത്വ എന്ന് പറയും. പക്ഷേ അഹാ കേൾക്കുന്നതാണ് ഭംഗി. പ്രേംണ പര്യചരത് ഹിത്വ ഭോഗാൻ സാ പതിദേവത ഒന്നുകൂടെ വായിക്കാം. പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധ്വജം പ്രേംണ പര്യചരത് ഹിത്വ ഭോഗാൻ സാ പതിദേവത. പതിവ്രതയായ വൈദർഭി എല്ലാ സുഖങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് പരമധർമ്മജ്ഞനും സ്വാമിയുമായ തൻ്റെ പതിയുമായ മലയധ്വജനെ പ്രേമപൂർവം ശുശ്രൂഷിച്ചു. ചിരവാസ വ്രതക്ഷാമ വേണീഭൂതശിരോരുഹ ബഭാവുപപതിം ശാന്താശിഖ ശാന്തമിവാനലം. ചീരവാസം എന്താ? മരവുരി. ചീരവാസം എന്ന് പറഞ്ഞാൽ മരവുരി ഉടുത്തും. അതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയാണ് അവർ ജീവിച്ചത്. വ്രതങ്ങൾ കൊണ്ട് ക്ഷീണിച്ചും ജട പിടിച്ച മുടിയോടുകൂടി വേണീഭൂതശിരോരുഹ തലമുടിയൊക്കെ ജട പിടിച്ചും ശാന്തയായി അഗ്നിയുടെ സമീപത്തിൽ ജ്വാല പോലെ അഗ്നി കൊളുത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ആ ജ്വാല ഇങ്ങനെ കത്തുന്ന ആ ഒരു നമുക്ക് കാണാവുന്ന ആ ജ്വാല പോലെ ഭർത്താവിൻ്റെ സമീപത്തിൽ വളരെയധികം ശോഭിച്ചു. അജാനതി പ്രിയതമം യഥാ ഉപരതമംഗന അജാനതി പ്രിയതമം യഥോപരതമംഗന സുസ്ഥിരാസനമാസാദ്യ യഥാ പൂർവം ഉപാചരത്. ആജാനതി പ്രിയതമം യഥോപരതമംഗന സുസ്ഥിരാസനം ആസാദ്യ. ആസനം ഇരിപ്പിടം. സുസ്ഥിരാസനം ആസാദ്യ യഥാപൂർവം ഉപാചരത്. അവൾ ഇരിക്കുന്ന സ്ഥലത്ത് ഉറച്ചിരിക്കുന്ന തൻ്റെ ആ പ്രിയതമനെ മരിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ, അദ്ദേഹം മരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അടുത്ത് ചെന്ന് പഴയപടി ഉപചരിച്ചു. അദ്ദേഹം ഇവിടം വിട്ട് പോയി. പക്ഷേ അത് മരിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായില്ല. ധ്യാനത്തിലിരിക്കുകയാണെന്നാണ് കരുതിയത്. യഥാ നോപലഭേദാം ഘ്രൗ ഊഷ്മാണം പത്യുരർച്ചതി ആസീത് സംവിഘ്നഹൃദയ യൂഥഭ്രഷ്ട മൃഗീ യഥാ. ആ വാക്കുകളൊക്കെ ഒന്ന് പിരിച്ച് ഓർത്തോണം. യഥാ ന ഉപലഭേദാഘ്രൗ ഊഷ്മാണം പത്യുരർച്ചതി പത്യുർ അർച്ചതി പതിയെ അർച്ചിച്ചു. യഥാ ന ഉപലഭേദാഘ്രൗ ഊഷ്മാണം. അങ്ങനെ അത് ആ വാക്കുകൾ പിരിച്ച് എവിടെയെങ്കിലും വേണമെങ്കിൽ മാർജിനിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. പക്ഷെ വായിക്കുമ്പം യഥാ നോപലഭേദാഘ്രൗ ഊഷ്മാണം പത്യുരർച്ചതി ആസീത് സംവിഘ്നഹൃദയ യോധഭ്രഷ്ട മൃഗീ യഥാ. ഭർത്താവിൻ്റെ പാദത്തിൽ ഇങ്ങനെ അർച്ചന നടത്തിക്കൊണ്ടിരുന്ന അവൾ കാലിൽ കണ്ടോ യഥാ ഊഷ്മാണം ചൂടില്ലെന്നറിഞ്ഞ് അഘ്രൗ പാദത്തിലൊക്കെ ചൂടില്ലെന്ന് അവൾ കൈകൊണ്ട് തൊട്ടപ്പം മനസ്സിലായി. അവളുടെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ടപ്പം ഒട്ടും ചൂടില്ലെന്നറിഞ്ഞ് മനസ്സിലായി. ആ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട മാൻപേട പോലെ ഏറ്റവും ദുഃഖിതയായി തീർന്നു. മൃഗീയത യോധഭ്രഷ്ട എന്നുവെച്ചാൽ മാൻകൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട
മാൻപേട പോലെ, എന്നുവെച്ചാൽ തനിക്കിനി ആരുമില്ലല്ലോ എന്നോർത്ത് ആ മാൻപേട പോലെ ദുഃഖിതയായി തീർന്നു. ആത്മാനം ശോചതി ദീനം അബന്ധം വിക്ലവാശ്രുഭിः സ്തനാവാസിച്യ വിപിനെ സുസ്വരം പ്രരുരോധ സാ. അവൾ കരഞ്ഞു എന്ന സാ എന്ന് പറഞ്ഞാൽ നീട്ടി അവൾ എന്നർത്ഥം. ആത്മാനം ശോചതി ദീനം അബന്ധും വിക്ലവാശ്രുഭിः സ്തനാവാസിച്യ വിപിനെ സുസ്വരം പ്രരുരോധ സാ. ബന്ധുശൂന്യയും ആരുമില്ലാത്ത ദീനം അബന്ധം ബന്ധുക്കളാരുമില്ലാത്തവളും അതിദീനയുമായി തന്നെപ്പറ്റി തന്നെ വ്യസനിക്കുന്നവൾ, തന്നെ ഓർത്ത താൻ തന്നെ വ്യസനിക്കുന്ന അവളുമായ അവൾ ദുഃഖാശ്രുക്കളാൽ സ്ഥലങ്ങൾ നനച്ച്, കാരണം അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അവളുടെ സ്ഥലങ്ങളിൽ വീണ സ്ഥലങ്ങളെ നനച്ച് ആ വനത്തിൽ ഉറക്കെ നിലവിളിച്ചു. ഉത്തിഷ്ഠോത്തിഷ്ഠ രാജർഷേ ഇമാമുദധിമേഖലാം ദസ്യുഭ്യ ക്ഷത്രബന്ധുഭ്യോ ബിഭ്യതീം പാതുമർഹസി. ഒന്നുകൂടെ വായിക്കാം. ഉത്തിഷ്ഠോത്തിഷ്ഠ, എഴുന്നേൽക്കൂ എന്നാണ് പറഞ്ഞത്. ഉത്തിഷ്ഠ രാജർഷേ ഇമാം ഉദധിമേഖലാം ദസ്യുഭ്യ ക്ഷത്രബന്ധുഭ്യോ ബിഭ്യതീം പാതും അർഹസി. അല്ലയോ രാജർഷേ, രാജാവേ, എഴുന്നേൽക്കൂ. ഉത്തിഷ്ഠ, അതായത് ക്ഷത്രിയരിൽ നിന്ന് ഭയപ്പെടുന്ന ഈ ഭൂമിയെ പാലിക്കാൻ അങ്ങ് അർഹനാണ്. ശരിക്കും അങ്ങ് രാജാവല്ലേ, അങ്ങിങ്ങനെ ഇരുന്നാൽ പറ്റില്ല. എഴുന്നേൽക്കൂ. അതുകൊണ്ട് ഈ ഭൂമിയെ പാലിക്കാൻ അങ്ങ് അർഹനാണ്. അതുകൊണ്ട് ക്ഷത്രിയരിൽ നിന്ന് ഭയപ്പെടുന്ന സമുദ്രത്തിൽ പോയിരിക്കുന്ന ആ ഭൂമിയെ പാലിക്കാൻ അങ്ങയ്ക്ക് നിയോഗമുണ്ട്. അതുകൊണ്ട് എഴുന്നേൽക്കൂ എന്നാണ് പറഞ്ഞത്. ഏവം വിലപതി ബാല വിപിനേനുഗതാപതിം പതിതാപാദയോർഭർത്തു രുദത്യശ്രോണ്യവർത്തയത്. ഒക്കെ പദം പിരിക്കേണ്ട വാക്കുകളാണ്. ഏവം വിലപതി ബാല വിപിനേനുഗതാപതിം പതിതാപാദയോർഭർത്തു രുദതി അശ്രൂണി അവർത്തയത്. രുദതി അശ്രൂണി അവർത്തയത്. ഈ വനത്തിൽ പതിയെ അനുഗമിച്ച് വന്ന ആ സ്ത്രീ, ആ കുട്ടി ഭർത്താവിൻ്റെ പാദങ്ങളിൽ വീണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും കണ്ണീരൊഴുക്കിക്കൊണ്ടേയിരുന്നു. അശ്രൂണി അവർത്തയത്, അശ്രുക്കൾ വീഴിച്ചുകൊണ്ടേയിരുന്നു. ചിതിം ദാരുമയീം ചിത്വാ തസ്യാം പത്യുക്കളേബരം ആദീപ്യ ചാനുമരണേ വിലപന്തി മനോദധേ. വിറക് കൊണ്ട് ചിതയുണ്ടാക്കി അതിൽ ഭർത്താവിൻ്റെ ദേഹം വെച്ച് ആ അന്ത്യകർമ്മങ്ങളൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അദ്ദേഹത്തെ അനുഗമിക്കാൻ ചിതയിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചു. ചിതിം ദാരുമയീം ചിത്വ, ദാരു മരങ്ങൾ കഷണങ്ങൾ കൊണ്ടുള്ള ചിത തീർത്തിട്ട്, തസ്യാം പത്യുക്കളേബരം, പത്യുക്കളേബരം പതിയുടെ കളേബരം ശരീരം, ആദീപ്യ ചാനുമരണേ പിന്നെ കരഞ്ഞുകൊണ്ട് വിലവന്തി മനോദധേ അദ്ദേഹത്തെ അനുഗമിക്കാനായിട്ട് തീരുമാനിച്ചു. തത്ര പൂർവതര കശ്ചിത് നാക്കുക സഖാ ബ്രാഹ്മണാത്മവാൻ സാന്ത്വയൻ വൽഗുന സാമ്ന താമാഹ രുദതീം പ്രഭോ. തത്ര പൂർവതര കശ്ചിത് സഖാ ബ്രാഹ്മണാത്മവാൻ സാന്ത്വയൻ വൽഗുന സാമ്ന താമാഹ രുദതീം പ്രഭോ. അല്ലയോ പ്രഭോ, ആ പഴയ ധീരനായ സുഹൃത്ത് ബ്രാഹ്മണ വേഷത്തിൽ അവിടെ എത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ വളരെയധികം സുന്ദരമായ നല്ല മധുരമായ വാണികളെ കൊണ്ട് ആശ്വസിപ്പിച്ച് പറഞ്ഞു. ആ ബ്രാഹ്മണൻ പറഞ്ഞത് എന്താണ്? ബ്രാഹ്മണൻ പറഞ്ഞു, ബ്രാഹ്മണ ഉവാച കാത്വം കസ്യാസി കോവായം ശയാനോ യസ്യ ശോചസി ജാനാസി കിം സഖായം മാം യേനാഗ്രേ വിചചർത്ഥഃ. കാത്വം കസ്യാസി കോ വായം, ചോദ്യം ചോദിക്കുക. ശയാനോ യസ്യ ശോചസി
ജാനാസി കിം സഖായം മാം, അവിടെ നിർത്തുക. ഏനാഗ്രേ വിചചർത്ഥ ഹ, നീ ആരാണ്, ആരുടെ പുത്രിയാണ്? കസ്യാസി കോപായം ശയാനോ യസ്യ ശോചസി, നീ എന്തിനെപ്പറ്റിയാണ് ദുഃഖിക്കുന്നത്, ആരെപ്പറ്റി ഓർത്താണ് നീ ദുഃഖിക്കുന്നത്, ആ അദ്ദേഹം ആരാണ്? നിൻ്റെ കൂടെ ഒരുമിച്ച് സഞ്ചരിച്ചിരുന്ന സുഹൃത്തായ എന്നെ നീ അറിയുമോ? കണ്ടോ, ജാനാസി കിം സഖായം മാം, നിൻ്റെ കൂടെ ഞാൻ സഞ്ചരിച്ചിരുന്ന ആ നിൻ്റെ സഖാവായ, നിൻ്റെ കൂടെ നടന്നിരുന്ന എന്നെ നീ ഏനാഗ്രേ വിചചർത്ഥ, നീ ഓർക്കുന്നുണ്ടോ, എന്നെ മനസ്സിലായോ നിനക്ക്? അഭിസ്മരസി ചാത്മാനം, അവിടെ നിർത്തുക. പിന്നെ അവിജ്ഞാത സഖം സഖേ ഹിത്വാ മാം പദമന്വിച്ഛൻ ഭൗമ ഭോഗ രതോ ഗതഃ, ഹിത്വാ മാം പദമന്വിച്ഛൻ ഭൗമ ഭോഗ രതോ ഗതഃ. അങ്ങനെ പേരറിയാത്ത ആ ഒരു കൂടി ആത്മാവിനെ ഓർക്കുന്നുണ്ടോ? കൂട്ടുകാരനായി നിൻ്റെ കൂടെ കൂടിയ ആത്മാവിനെ നീ ഓർക്കുന്നുണ്ടോ? അങ്ങ് കാമഭോഗങ്ങളിൽ വളരെ അത്യാസക്തനായി എന്നെ വിട്ട് ഒരു സ്ഥാനം അന്വേഷിച്ച് പോയിരുന്നു. പണ്ട് എന്നെ വിട്ടിട്ട് ഒരു സ്ഥാനം അന്വേഷിച്ച് അങ്ങ് പോയിരുന്നു. അഭിസ്മരസി ചാത്മാനം അവിജ്ഞാത സഖം സഖേ ഹിത്വാ മാം പദമന്വിച്ഛൻ ഭൗമ ഭോഗരതോ ഗതഃ. അങ്ങനെ പോയിരുന്നു. എന്താ, കാമം അന്വേഷിച്ച് കാമഭോഗങ്ങളിൽ ആസക്തനായിട്ട് എന്നെ വിട്ട് ഞാനൊരു പേരറിയാത്ത ഒരു സഖാവ് കൂടി ആത്മാവിനെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതാ. പിന്നെ ഹംസാവഹം ത്വം ചാര്യ സഖായൗ മാനസായനൗ അഭൂതാമന്തരാവൗകഃ സഹസ്രപരിവത്സരാൻ. ഒന്നുകൂടെ വായിക്കാം. അതെ, ഹംസാവഹം ത്വം ചാര്യ ആര്യ സഖായൗ മാനസായനൗ അഭൂതാം അന്തരാവൗക സഹസ്രപരവത്സരാൻ. ആര്യ എന്ന് വിളിക്കുന്നതിനകത്ത് അത് നമ്മൾ കണ്ടല്ലോ, അവിടെ ഒരു ആര്യ എന്നുള്ള വാക്ക്. ആര്യ ഞാനും താങ്കളും ആകുന്ന രണ്ട് ഹംസങ്ങൾ ഗൃഹമില്ലാതെ കുറേ നാൾ മാനസ സരസിൽ സ്ഥിതി ചെയ്തിരുന്ന കൂട്ടുകാരായിരുന്നു. മാനസ സരസിൽ നമ്മൾ രണ്ട് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ത്വം വിഹായമാം ബന്ധോ ഗതോ ഗാമ്യമതിർമഹീം വിചരൻ പദമദ്രാക്ഷി കയാചിത് നിർമ്മിതം സ്ത്രീയാ. ത്വം വിഹായ മാം ബന്ധോ ഗതോ ഗ്രാമ്യമതിർമഹീം വിചരൻ പദമദ്രാക്ഷി കയാചിത് നിർമ്മിതം സ്ത്രീയാ. അല്ലയോ ബന്ധു, അങ്ങ് വളരെയധികം ഉപഭോഗങ്ങളിൽ ആസക്തനായിട്ട് എന്നെ വിട്ട് ഭൂമിയിലേക്ക് പോയി. അവിടെ ചുറ്റി നടന്ന് ഏതോ ഒരു സ്ത്രീയാൽ നിർമ്മിക്കപ്പെട്ട ഒരു പുരം കണ്ടു. അങ്ങ് ആദ്യം കണ്ട പുരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളൊരു 3-4 അധ്യായങ്ങൾക്ക് മുൻപ് വായിച്ച് തുടങ്ങിയപ്പോൾ കണ്ട ഒരു പുരം അന്വേഷിച്ചൊരാൾ വരുന്നതായിട്ട് പറഞ്ഞില്ലേ, ആ പുരമാണ്. അതായത് ഒരു ശരീരത്തിൽ കയറുക, ആ പുരം ഏതാണ്? ശരീരം. ആ പുരം കണ്ടു. ആ നവദ്വാരങ്ങളുള്ള പുരത്തിനകത്ത് അങ്ങ് കയറി. അതാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ മാനസ സരസിലെ ഹംസങ്ങളായിരുന്നു. നമ്മൾ രണ്ട് പരമാത്മാവും ജീവാത്മാവുമായ രണ്ട് ഹംസങ്ങളായിരുന്നു. അപ്പോൾ ഇത് എത്ര തലമുറ മാറി വന്നു. അവർ പുരഞ്ജനിയുമായിട്ട് ആ പുരത്തിനകത്ത് ജീവിച്ചു. എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യവും പ്രജ്വാരൻ്റെ കാര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയം, അതുപോലെ ദുർഭഗ, അവരെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് മരിച്ചു. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ വേറെ രണ്ട് ഇതായിട്ട് പുരഞ്ജനിയെ ഓർത്ത് മരിച്ചതുകൊണ്ട് ഒരു പുരഞ്ജനിയായിട്ട് ജനിച്ചു എന്നും, അതും മലയധ്വജനും പിന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയുമായിട്ട് വൈദർഭ്യമായിട്ട് തീർന്നതും അവിടെ ഉള്ള മരണം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. ഈ ഹംസങ്ങൾ ഇവർ പറഞ്ഞ് എന്നെ ഓർക്കുന്നുണ്ടോ, ഞാൻ നിൻ്റെ സഖാവായിട്ട് നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഹംസമാണെന്ന്. അതാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഒത്തിരി പാടാണ് മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, സിംബോളിക്കാണ് മുഴുവൻ ആ കഥ. പുരഞ്ജനോപാഖ്യാനം. പഞ്ചാരാമം നവദ്വാരമേകപാലം ത്രികോഷ്ടകം ഷഡ്കുലം പഞ്ചവിപണം പഞ്ചപ്രകൃതി സ്ത്രീധവം
അത് അതിന് മുമ്പത്തെ സത്വം വിഹായമാം ബന്ധോ ഗതോ ഗ്രാമ്യമതിർമഹീം വിചരൻ പദമദ്രാക്ഷി കയാചിത് നിർമ്മിതം സ്ത്രീയ. ഒരു സ്ത്രീ ഭൂമിയിലേക്ക് നീ പോയി അവിടെ ചുറ്റി നടന്ന് ഏതോ ഒരു സ്ത്രീയാൽ നിർമ്മിക്കപ്പെട്ട ഒരു പുരം കണ്ടു. ആ പുരത്തിൽ നീ കയറിയെന്ന 56 വായിക്കാം. പഞ്ചാരാമം നവദ്വാരമേകപാലം ത്രികോഷ്ടകം ഷഡ്കുലം പഞ്ചവിപണം പഞ്ചപ്രകൃതി സ്ത്രീധവം. 5 ആരാമത്തോടു കൂടിയത് ആണ് 5 ആരാമങ്ങൾ, ഉദ്യാനങ്ങൾ, നമ്മുടെ പഞ്ചഭൂതങ്ങൾ. ആരാമത്തോടു കൂടിയതും 9 ദ്വാരങ്ങൾ. നമുക്ക് നവദ്വാരങ്ങളുണ്ട്, 9 ദ്വാരങ്ങളുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ. ഒരു പുരപാലകനോട് കൂടിയതും, ഒരു പുരം പാലിക്കാനൊരു നമ്മുടെ ആത്മാവ് ഉണ്ട് അതിനകത്ത് കൂടിയതും, 3 മതിലുകളുള്ളതും, ഭോഗസാധനങ്ങൾ. കാരണം ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയായി 3 മതിലുകൾ, ഭോഗസാധനങ്ങൾ കൊണ്ടുവരുന്ന 6 കച്ചവടക്കാർ, മാതം മാത്സര്യം അങ്ങനെ തുടങ്ങിയതില്ലേ, 6 കച്ചവടക്കാരുള്ളതും 5 അങ്ങാടിയുള്ളതും 5 ഉപാദാന കാരണങ്ങളുള്ളതും, അത് കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നൊക്കെയുള്ള ആ കാര്യങ്ങൾ, അങ്ങാടികളുള്ളതും 5 ഉപാദാന കാരണങ്ങളുള്ളതും, സ്ത്രീയാകുന്ന സ്വാമിനിയോട്, സ്ത്രീ ആണത്, സ്ത്രീ ബുദ്ധി എന്നിവിടെ അർത്ഥമെടുക്കുക, സ്വാമിനിയോട് കൂടിയതുമായ ആ പുരം നീ കണ്ടു. പഞ്ചേന്ദ്രിയാർദ്ധ ആരാമ ദ്വാരപ്രാണ നവപ്രഭോ തേജോബന്നാനി കോഷ്ടാനി കുലമിന്ദ്രിയ സംഗ്രഹ. അങ്ങനെ ശബ്ദാദികളായ 5 വിഷയങ്ങളാണ് ഉപവനങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ശബ്ദാദികൾ, ശബ്ദം, കാഴ്ച, അങ്ങനെയൊക്കെയുള്ള അത് ഉപവനങ്ങൾ. 9 ദ്വാരങ്ങൾ ശരീരത്തിലുള്ള നവദ്വാരങ്ങളാണ്. പൃഥ്വി, അതായത് ഭൂമി, പിന്നെ ജലം, അഗ്നി എന്നിവയാണ് മതിലുകൾ. കച്ചവടക്കാർ 6 ഇന്ദ്രിയങ്ങളാണ്. പിന്നെ 6 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടെ കൂടി 6 ഇന്ദ്രിയങ്ങൾ. പിന്നെ 58 വിപണസ്തു ക്രിയാശക്തിർ ഭൂതപ്രകൃതിരവ്യയ ശക്തി അധീശ പുമാൻ തത്ര, അല്ലെങ്കിൽ പുമാം സ്ത്വത്ര. ശക്തി അധീശ പുമാൻ ത്വത്ര, അല്ലെങ്കിൽ ശക്തി അധീശ പുമാം സ്ത്വത്ര പ്രവിഷ്ടോ നാവ ബുദ്ധ്യതേ. വിപണസ്തു ക്രിയാശക്തിർ ഭൂതപ്രകൃതിരവ്യയ ശക്തി അധീശ പുമാം സ്ത്വത്ര പ്രവിഷ്ടോ നാവ ബുദ്ധ്യതേ. അതായത് അങ്ങാടികൾ കർമ്മേന്ദ്രിയങ്ങളാണ്, അതിൻ്റെ ഉപാദാന കാരണം പഞ്ചഭൂതമാണ്. അതായത് ഭൂമി, ആകാശം, ജലം, അഗ്നി, ഗന്ധം. പിന്നെ അല്ല, ഭൂമി, ആകാശം, വായു, 5 പഞ്ചേന്ദ്രിയങ്ങൾ, അല്ല പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് പറയുന്നുണ്ടല്ലോ. അഗ്നി, വായു, ഭൂമി, പിന്നെന്താ, പിന്നെ 2 കൂടിയുണ്ട്. അത് അങ്ങനെയുള്ള ആ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ ആണ്. അതിൻ്റെ ഉപാദാനം പഞ്ചഭൂതങ്ങളാണ്. ശക്തിയാകുന്ന സ്വാമിനിയോടുകൂടി വായു ഉണ്ടല്ലോ ഒന്ന്, അത് ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ശക്തിയാണ് ആ മനസ്സ്, ബുദ്ധി. ശക്തിയും ബുദ്ധിയും രണ്ടും കൂടെ കൂട്ടിയാണ് ഇവിടെ പറയുന്നത്. സ്വാമിനിയോട് കൂടിയ പുരുഷൻ അവിടെ പ്രവേശിച്ച് തൻ്റെ പുരത്തെയോ സഖാവിനെയോ തീരെ മനസ്സിലാക്കിയില്ല. തൻ്റെ ശരീരവും അതിനകത്തിരിക്കുന്ന ആ കൂട്ടുകാരനെയും മനസ്സിലാക്കിയില്ല. വിപണസ്തു ക്രിയാശക്തിർ ഭൂതപ്രകൃതിരവ്യയാ ശക്തി അധീശ പുമാം സ്ത്വത്ര പ്രവിഷ്ടോ നാവബുദ്ധ്യതേ. തസ്മിൻ സ്വം രാമയാ സ്പൃഷ്ടോ രമമാണോ ശ്രുതസ്മൃതി തത്സംഗാത് ഈദൃശീം പ്രാപ്തോ ദശാം പാപീയസീം പ്രഭോ. എന്നോട് പിരിച്ചു വായിച്ചേക്കാം. തസ്മിൻ ത്വം രാമയാ സ്പൃഷ്ടോ രമമാണോശ്രുത സ്മൃതി തത്സംഗാത് ഈദൃശീം പ്രാപ്തോ ദശാം പാപീയസീം പ്രഭോ. അല്ലയോ പ്രഭോ, ആ പുരത്തിൽ അങ്ങ് ബുദ്ധിഭ്രംശം വന്ന്
രമിച്ചുകൊണ്ട് മുമ്പ് കേട്ട ആത്മതത്വമൊക്കെ മറന്നു. ആ മാനസ സരസിൽ നമ്മൾ കേട്ട ആത്മതത്വമൊക്കെ മറന്നിട്ട് ആ ബുദ്ധി സംഘത്താൽ, ബുദ്ധിയുമായിട്ട്, അതായത് ആ സ്ത്രീ സംഘത്താൽ ഇങ്ങനെ ദുഃഖഭൂയിഷ്ടമായ അവസ്ഥയെ പ്രാപിച്ചു. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വൈദർഭിയോട് പറയുക, നമ്മളവിടെ ഹംസങ്ങളല്ലായിരുന്നോ? അവിടുത്തെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിനക്കത് രണ്ടായിട്ട് പരമാത്മാവും ജീവാത്മാവിനെയും രണ്ടായിട്ട് കാണാൻ തുടങ്ങി. നമ്മളൊന്നായിരുന്നു, അത് രണ്ടായി നീ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് നിനക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടായത്. ആ കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു. തസ്മിം സ്വം രാമയാ സ്പൃഷ്ടോ രമമാണോ ശ്രുതസ്മൃതി തത്സംഗാദീദൃശീം പ്രാപ്തോ ദശാം പാപീയസീം പ്രഭോ നത്വം വിദർഭദുഹിത നായം വീരസുഹൃത് തവ ന പതിസ്ത്വം പുരഞ്ജന്യ രുദ്ധോ നവമുഖേ യയാ നത്വം വിദർഭദുഹിത. അങ്ങ് വിദർഭ രാജാവിൻ്റെ പുത്രിയൊന്നും അല്ല. ഈ വീരൻ അങ്ങയുടെ പതിയുമല്ല. ഇപ്പം മരിച്ചു കിടക്കുന്നതായിട്ടുള്ള പറഞ്ഞിരിക്കുന്നത് പതിയുമല്ല. അങ്ങ് 9 ദ്വാരങ്ങളുള്ള ഈ പുരത്തിൽ ആരാൽ തടയപ്പെട്ടോ ആ പുരഞ്ജനിയുടെ പതിയുമല്ല. അപ്പം അത് ഇനി പുരഞ്ജനയുടെ കഥയിലോട്ട് പോയാലോ? അതുമല്ല നിങ്ങൾ എന്നാ പറഞ്ഞു വരുന്നത്. ഇപ്പം ഇത് വൈദർഭ്യമല്ല അങ്ങ്, പക്ഷേ പുരഞ്ജനിയുമല്ല. പുരഞ്ജനനായിട്ട് പിന്നെ ജനിച്ച് മലയധ്വജനായിട്ടൊക്കെ പറഞ്ഞത്. പക്ഷേ അതല്ല, അതുമല്ല, ഇതുമല്ല. പിന്നെ എന്താണ്? ആ മാനസ സരസിലെ ഹംസങ്ങളാണ് നമ്മൾ എന്ന് പറയുക. അതായത് ജീവാത്മാവും പരമാത്മാവും അതൊന്നാണ്. നത്വം വിദർഭദുഹിത നായം വീരസുഹൃത്തവ ന പതിസ്ത്വം പുരഞ്ജന്യ രുദ്ധോ നവമുഖേ യയാ. അങ്ങ് വിദർഭ രാജാവിൻ്റെ പുത്രിയല്ല. നിങ്ങൾ ഈ കരയുന്ന വീരൻ അങ്ങയുടെ പതിയുമല്ല. അങ്ങ് 9 ദ്വാരങ്ങളുള്ള പുരത്തിൻ്റെ ആരാൾ തടയപ്പെട്ടോ ആ പുരഞ്ജനിയുടെ പതിയുമല്ല. അവരൊന്നുമല്ല. പിന്നെ ആരാണ്? മായാ ഹ്യേഷാമയാ സൃഷ്ട യത് പുമാം സംസ്ത്രിയം സതീം മന്യസേനോ ഭയം യദ്വൈ ഹംസൗ പശ്യാവയോർഗതിം ഗതിയും നീട്ടില്ല. പശ്യാവയോർഗതിം മായാഹ്യേഷാമയാ സൃഷ്ട യത് പുമാം സംസ്ത്രിയം സതീം മന്യസേ നോ ഭയം യദ്വൈ ഹംസൗ പശ്യാവയോർഗതിം ഉണ്ട്. ആ പൂർവജന്മത്തിൽ ആത്മാവിനെ പുരുഷനായി വിചാരിച്ചതും ഇപ്പോൾ പതിവ്രതയായ ഒരു സ്ത്രീയായി വിചാരിക്കുന്നതും എല്ലാം എൻ്റെ മായയാണ്. കണ്ടോ, പൂർവ്വജന്മത്തിലെ കാര്യം പറയാം. ആത്മാവിനെ, അതായത് സ്വന്തം ആത്മാവിനെ പുരുഷനായി കണ്ടു അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. പുരുഷനായി കണ്ടു, അതായത് പുരഞ്ജനനായിട്ട് കണ്ടു. പിന്നെ ഇപ്പോൾ പതിവ്രതയായ ഒരു സ്ത്രീയായി വിചാരിക്കുന്നതും. അത് കഴിഞ്ഞിട്ടോ അന്ന് പുരുഷനായിരുന്നു, ഇപ്പോൾ പതിവ്രതയായ വൈദർഭിയായിട്ട് കണ്ടു. പതിവ്രതയായ സ്ത്രീയായി വിചാരിക്കുന്നതെല്ലാം വെറും മായയാണ്, എൻ്റെ മായയാണ്. എന്തെന്നാൽ ഇത് രണ്ടും വാസ്തവമല്ല. ഈ പുരഞ്ജനൻ എന്ന് പറയുന്നതും വാസ്തവമല്ല. പുരഞ്ജനൻ വീണ്ടും സ്ത്രീയായിട്ട് ജനിച്ച വിദർഭ രാജാവിൻ്റെ പുത്രിയായിട്ട് ജനിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അതും ശരിയല്ല, അതും വാസ്തവമല്ല. നമ്മൾ രണ്ടു ആൾക്കാരും പരിശുദ്ധരാകുന്നു. നമ്മുടെ വാസ്തവസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക. അഹം ഭവാൻ ന ചാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷ്വഭോः ന നൗ പശ്യന്തി കവയഃ ഛിദ്രം ജാതു മനാഗ് അപി എന്ന് വായിച്ചാൽ മതി. മനാക്ക് അപി. അഹം ഭവാൻ ന ചാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷ്വഭോः ന നൗ പശ്യന്തി കവയഃ ഛിദ്രം ജാതു മനാഗപി. ഞാൻ തന്നെയാണ് ഭവാൻ. ഞാൻ ഇപ്പോൾ ഒരാൾ മാറുന്നതുകൊണ്ട് പറയാം, ഞാൻ തന്നെയാണ് ഭവാൻ, അങ്ങ് എന്നിൽ നിന്നും ഭിന്നനല്ല. ഈ രണ്ട് ഹംസങ്ങളാണല്ലോ പറയുന്നത്. അപ്പം രണ്ടും നമ്മൾ രണ്ടും വേറെ അല്ല, അത് മനസ്സിലാക്കുക. ആ വിവേകമുള്ളവർ നമ്മൾ തമ്മിൽ തെല്ലും ഭേദം കാണുന്നില്ല. ബോധമുള്ളവർ ഞാനും നീയും തമ്മിൽ ഒരു ഭേദവും വ്യത്യാസവും കാണുന്നില്ല. പരമാത്മാവും ജീവാത്മാവുമായിരുന്നു നമ്മളെന്ന് നമ്മൾ പറയുക, രണ്ട് ആണെന്ന്. പക്ഷേ ബോധമുള്ളവർ നമ്മളെ രണ്ടായിട്ടും കാണുന്നില്ല, ഒന്നേ ഉള്ളൂ. യഥാ പുരുഷ ആത്മാനം ഏകമാദർശ ചക്ഷുഷോः
ദിത്വാ ഭൂതം അവേക്ഷേത തഥൈവാന്തരമാവയോः യഥാ പുരുഷ ആത്മാനം ഏകമാദർശചക്ഷുഷോः ദിത്വാ ഭൂതം അവേക്ഷേത തഥൈവാന്തരമാവയോः. ആ മനുഷ്യൻ ഒറ്റ ആയിട്ടുള്ള ആ സ്വന്തം ശരീരത്തെ ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി. മനുഷ്യൻ ഒറ്റയായ ഈ സ്വന്തം ശരീരത്തെ കണ്ണാടിയിലും മറ്റൊരുവൻ്റെ കണ്ണിലും യഥാക്രമം ഒന്നിൽ വലുതായും നിർമ്മലമായും സ്ഥിരമായും മറ്റൊന്നിൽ അതിൽ നിന്ന് വിപരീതമായും ചെറുതായും മലിനമായും അസ്ഥിരമായും എങ്ങനെ കാണുന്നുവോ അങ്ങനെ ഉപാധി ഭേദം കൊണ്ടാണ് ഈ ഭേദം. അതായത് കണ്ണാടിയിൽ നമ്മൾ കാണുന്നു, നമ്മുടെ മുഖം നമ്മൾ കാണുന്നു. ആ കണ്ണാടിയുടെ വലുപ്പത്തിലാണ് നമ്മുടെ മുഖം കാണുന്നത് അല്ലേ. ചെറുതാണെങ്കിൽ ചെറുതായിട്ട് കാണും. വേറൊരാൾ കാണുന്നതോ നമ്മളെ തന്നെ കണ്ണാടിയിൽ കാണുന്നു. അത് വേറൊരാൾ നമ്മളെ കാണുന്നതോ അതും ഒന്നിൽ വലുതായും നിർമ്മലമായും സ്ഥിരമായും മറ്റൊന്നിൽ അതിൽ നിന്ന് വിപരീതമായും ചെറുതായും മലിനമായും അസ്ഥിരമായും കാണുന്നു. കണ്ണാടി കാണുന്നത് ചിലപ്പോൾ മലിനമായിരിക്കും. കാരണം കണ്ണാടി മലിനമാണെങ്കിൽ കണ്ണാടിക്കകത്ത് പൊടിയുണ്ടെങ്കിൽ ആ പൊടിയോട് കൂടിയാണ് നമ്മളെ തന്നെ കാണുന്നത് അല്ലേ. പക്ഷേ ഒരാൾ നമ്മളെ കാണുന്നതോ ശരിയായ രൂപത്തിലാണ്. അത് മനസ്സിലായല്ലോ. അപ്പം നമ്മളെ തന്നെ കാണുന്നത് എങ്ങനെയാണ്? ദർപ്പണം അത് ഏതിനകത്താണോ കാണുന്നത് അത് കണ്ണാടിയിൽ നമ്മളെ കാണുന്നത് പോലെയും വേറൊരാൾ നമ്മളെ കാണുന്നതും രണ്ടും ഒന്നാണോ ചോദിച്ചാൽ ഒന്നാണ്. നമ്മുടെ മുഖം നമ്മൾ കണ്ണാടിയിൽ കണ്ടാൽ നമ്മൾ അറിയുന്നത്. വേറൊരാൾ നമ്മളെ കാണുന്നതിൻ്റെ ഭാവം എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ കാഴ്ചക്കാരനെ അറിയാവുള്ളൂ എങ്ങനെയാണ് കാണുന്നതെന്ന് അല്ലേ. നമ്മൾ പൗഡറൊക്കെ ഇട്ടെല്ലാം ശരിയാക്കി നമ്മുടെ സ്വന്തം മനസ്സിൽ കൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെയാണ് നമ്മൾ ഇഷ്ടമായിട്ട് നമ്മൾ ഇരിക്കുന്നത്. കാരണം നമ്മളെ നമുക്കിഷ്ടമാണല്ലോ. പക്ഷെ മറ്റൊരാൾക്ക് അങ്ങനെ ആകണമെന്നില്ല അല്ലേ. നമ്മുടെ മാനറിസങ്ങൾ, ചിരി, നടപ്പ്, എടുപ്പൊക്കെ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. മറ്റൊരാൾക്ക് അറിയുന്നത് ആ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർക്ക് പല വിധത്തിലായിരിക്കും ഓരോരുത്തരും നമ്മളെ കാണുന്നത്. അങ്ങനെ മനസ്സിലാക്കാമല്ലോ. അത്രയൊക്കെ ഉള്ളൂ. ഏവം സ മാനസോഹംസേന പ്രതിബോധിത സ്വസ്ഥസ്തദ്വ്യഭിചാരേണ നഷ്ടാമാപ പുനഃസ്മൃതിം. ഒന്നുകൂടെ വായിക്കാം. ഇത്തിരി അതിനകത്തൊരു കൺഫ്യൂഷനുണ്ട്. ഏവം സമാനസോഹംസേന പ്രതിബോധിത സ്വസ്ഥസ്തദ്വ്യഭിചാരേണ നഷ്ടാം ആപ പുനഃസ്മൃതിം. കിട്ടിയില്ല. നമ്മുടെ ശരീരത്തിലെ ഉള്ളിലിരിക്കുന്നതായ ജീവൻ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, ക്ഷേത്രത്തിൽ ഇരിക്കുന്നവനായ ജീവൻ സർവേശ്വരനാൽ ഇങ്ങനെ ഉപദേശിക്കപ്പെട്ട് മനസ്സിലാക്കപ്പെട്ട് സ്വസ്വരൂപത്തിൽ തന്നെ നിലകൊണ്ട് ഭഗവാന്റെ വിയോഗത്താൽ നഷ്ടപ്പെട്ട ജ്ഞാനം വീണ്ടും പ്രാപിക്കുന്നു. ഭഗവാന്റെ ഇച്ഛപ്രകാരം നമ്മൾ ഭഗവാൻ ഇവിടെ നിന്ന് മാറിയത് കൊണ്ട് നഷ്ടപ്പെട്ട ജ്ഞാനം, നമ്മളിൽ നിന്ന് ഈശ്വരൻ മാറുമ്പോൾ നമുക്ക് എന്ത് നഷ്ടപ്പെടും? ജ്ഞാനം. വിയോഗത്താൽ നഷ്ടപ്പെട്ട ജ്ഞാനം വീണ്ടും പ്രാപിക്കുന്നു. ജീവൻ സർവേശ്വരനാൽ ഇങ്ങനെ ഉപദേശിക്കപ്പെടുമ്പോൾ, ഇങ്ങനെ മനസ്സിലാക്കി തരുമ്പോൾ നമുക്കത് വീണ്ടും കിട്ടുന്നു. അല്ലാത്തപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നു. ക്ഷേത്രജ്ഞനായ ജീവൻ നമ്മുടെ ഉള്ളിലുള്ള ആ ജീവൻ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട് ആ സ്വസ്വരൂപത്തിൽ തന്നെ നിലകൊണ്ട്, സ്വസ്വരൂപം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുമില്ല, നമ്മൾ ഈശ്വരനാണ്. നമ്മളുടെ മനസ്സ് ഈശ്വരനും രണ്ടല്ല, ആത്മാവും ജീവനും രണ്ടല്ല എന്ന ആ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. അങ്ങനെ ഉപദേശിക്കപ്പെട്ട സ്വസ്വരൂപത്തിൽ നിലകൊണ്ട് ഭഗവാന്റെ വിയോഗത്താൽ, ഭഗവാൻ മാറിക്കഴിഞ്ഞാലോ നഷ്ടപ്പെട്ട ജ്ഞാനം വീണ്ടും പ്രാപിക്കുന്നു. അങ്ങനെ ആ നഷ്ടപ്പെട്ടു പോയ അറിവ് പിന്നീടും ഉണ്ടായി വരുന്നു. അപ്പോൾ പ്രാചീന ബർഹിസിനോട് പറഞ്ഞ കഥയാണിത്. ബർഹിഷ്മന്യേതദ്ധ്യാത്മം പാരോക്ഷേണ പ്രദർശിതം യത് പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവനഃ. ബർഹിഷ്മന്യേതദ്ധ്യാത്മം പാരോക്ഷേണ പ്രദർശിതം യത് പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവന.
പ്രാചീന ബർഹിസെ പുരഞ്ജനോപാഖ്യാനമെന്ന വ്യാജേന അപ്രത്യക്ഷമായി പറഞ്ഞത് അധ്യാത്മതത്വമാണ്, വെറും കഥയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കൊണ്ടാണെന്ന് വെച്ചാൽ വിശ്വഭാവനനായ ഈ ഈശ്വരൻ ദേവൻ പരോക്ഷ പ്രിയനാണ്, മാറി നിന്ന് ചിന്തിക്കുന്നവനാണ്, പരോക്ഷ പ്രിയനാണ്, മാറി നിന്ന് ചിന്തിക്കുന്നവനാണ്. അപ്പോൾ ഈ ഒരു കഥ മാത്രം, അപ്പോൾ ഈ ഒരു ഒറ്റ കഥ പറയുന്നുണ്ട്. ഈശ്വരനായിട്ട് പിന്നെ എന്തെന്നാൽ വിശ്വഭാവന ദേവൻ പരോക്ഷ പ്രിയനാണ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ബർഹിഷ്മൻ ഏതദ്ധ്യാത്മം പാരോക്ഷ്യേണ പ്രദർശിതം യത് പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവന. ഭഗവാൻ വിശ്വമായി പരോക്ഷപ്രിയനാണ്, വിശ്വഭാവനായ ഭഗവാൻ, വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ മാറി നിന്ന് ചിന്തിക്കുന്നവനാണ്, നമ്മളെക്കുറിച്ച് പറയുന്നവനാണ്. അപ്പോൾ ഈ ഒറ്റ കഥ മാത്രം ഭാഗവതത്തിൽ ഈ നമ്മൾ പുരഞ്ജനൻ്റെയും കഥയാണ് പറഞ്ഞു വന്നത്. ആ വീട് കണ്ടെന്നും കയറിയെന്നും ഒരു കൊട്ടാരം അന്വേഷിച്ച് വന്നു, ഇങ്ങനെ നടന്നു. അപ്പോൾ 9 ദ്വാരങ്ങളുള്ള കൊട്ടാരം കണ്ടു. അവിടെ ഒരു സുന്ദരിയായ സ്ത്രീയെയും അവൾക്ക് കുറേ പരിചാരകന്മാരെയും കണ്ടു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വന്നിട്ട് അവരുടെ പുനർജന്മവും കൂടെ പറഞ്ഞു. പുരഞ്ജനിയെ ഓർത്ത് മരിച്ചത് കൊണ്ട് പുരഞ്ജനിയായിട്ട്, പുരഞ്ജനിയായിട്ട് ജനിച്ചത് വിദർഭ രാജാവിൻ്റെ പുത്രി വൈദർഭയായിട്ട് ജനിച്ചു. അവിടെ മലയധ്വജൻ എന്ന രാജാവായിട്ട് ഈ പുരഞ്ജനിയും ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ആ മാനസ സരസിലെ ഹംസങ്ങളാണ് നമ്മൾ എന്ന് വരെ പറഞ്ഞു വെച്ചു. അപ്പോൾ ആ കഥ മുഴുവനും, പുരഞ്ജനോപാഖ്യാനം മുഴുവനും സിംബോളിക്കായിട്ട് ഒരു കഥ നമ്മളെ ഭാഗവതത്തിൽ പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കുന്നത് നാരദൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു കഥ മാത്രമേ അങ്ങനെ പറയുന്നുള്ളോ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കഥകളെല്ലാം തന്നെ, അതിനകത്തെ പേരുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണെന്നൊക്കെ. നല്ല സപ്താഹം ആചാര്യന്മാരുടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം. പേരൊക്കെ ഉൾപ്പെടുത്തി പറഞ്ഞ് കണക്ട് ചെയ്ത് ഇത് ചിന്തിക്കുമ്പം എല്ലാ കഥകളും, സകലമാന കഥകളും, ഇനിയിപ്പം ദശമസ്കന്ധത്തിൽ വരുന്ന ശ്രീകൃഷ്ണ കഥകൾ പോലും എല്ലാം ഒരാൾ ജീവിച്ചിരുന്നതായിട്ട് പറഞ്ഞ് വരുന്നത്. ഇത് എന്താണ്? അതിനകത്താണ് രാധാ കൃഷ്ണൻ്റെ കഥകളൊക്കെ വരുമ്പോൾ ജീവാത്മാവും പരമാത്മാവുമാണ് അതിൻ്റെ മധ്യത്തിലായിട്ട്. അതെപ്പോഴും മധ്യത്തിൽ രണ്ട് രാസലീലയ്ക്കകത്ത് കാണാമല്ലോ, രാസലീലയുടെ ഫോട്ടോകളിലൊക്കെ 2 പേരുടെ ഇടയ്ക്ക് നിൽക്കും, ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഇടയ്ക്ക് ഒരു അങ്ങനെയാണ് നിന്ന് പോകുന്നത്. അവർ 2 പേരും ജീവാത്മാവും പരമാത്മാവുമാണെന്നുള്ള കഥ വരെ പറയാം. എല്ലാ കഥകളും ഈ പുരഞ്ജനോപാഖ്യാനത്തിനെ ഉപോദ്ബലകമായി നമ്മൾ ചിന്തിച്ചാൽ ഈ കഥകളെല്ലാം, ബാക്കിയുള്ള കഥകളെല്ലാം തന്നെ ഇത്തരമാണ്. എല്ലാം പഞ്ചസാരയിൽ പൊതിഞ്ഞ ഹോമിയോ ഗുളികകളാണ്. അതിനകത്തെല്ലാം സാരാംശമായിട്ടുള്ള മരുന്നടങ്ങിയിട്ടുണ്ട്, ഔഷധം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവരവരുടെ ബുദ്ധി അനുസരിച്ച് മനസ്സിലാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരുടെ സങ്കല്പങ്ങൾ ഓരോ തരമായിരിക്കും. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് കഥകളെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഈ കഥകൾക്കെല്ലാം ഉള്ളിൽ വേറൊരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആചാര്യന്മാർ ചിലർ നല്ല ഭംഗിയായിട്ട് ആദ്യം കഥ പറഞ്ഞിട്ട് പിന്നെ ആ കഥയിലെ ഓരോരുത്തരുടെ പേരുകളും സഹിതം പറഞ്ഞ് ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഈ ഭാഗവതത്തെ സമീപിക്കാൻ വേണ്ടി മാത്രമാണ് പുരഞ്ജനോപാഖ്യാനം എന്ന ഈ വലിയ പ്രകരണം, 6-7 അധ്യായത്തിൽ നീണ്ടു കിടക്കുന്ന പ്രകരണം എഴുതി വച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനേ 8-വിംശതിതമോऽധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ.